ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ് നമ്മുടെ ഫോട്ടോ ഒരു ഫ്രെയിമിൽ വെച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫയലിനകത്ത് പോയി ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫയല് ന്യൂവിനായിട്ട് ഞാനിവിടെ വിഡ്ത്ത് ഹൈറ്റ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വിഡ്ത്ത് സെലക്ട് ചെയ്തിട്ട് ഒരു 15 കൊടുക്കുന്നു. പിക്സൽ എന്നുള്ളത് മാറ്റിയതിന് ശേഷം സെൻറ്റിമീറ്റർ ആക്കി കൊടുക്കുന്നു. അതുപോലെ ഹൈറ്റ് എന്നുള്ളത് ഞാൻ ഒരു 20 കൊടുക്കുകയാണ്. അതിനുശേഷം റെസൊല്യൂഷൻ 300 കൊടുക്കുന്നു. കളർ മോഡ് നമ്മൾ RGB കളറാണ് എടുക്കുന്നത്. അതിനുശേഷം ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഒരു പേജ് നമ്മളിപ്പോൾ കൊടുത്ത അളവിലുള്ള പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊടുത്ത അളവിലുള്ള പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് ഒരു ഫ്രെയിം ചെയ്യാം. ഞാനിവിടെ എലിപ്സ് ടൂൾ എടുത്തിട്ട് ഒരു ഓവൽ ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓവൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യമായി പോയിട്ട് ന്യൂ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം പേജിൽ വന്നിട്ട് നമ്മൾ ഒരു ഓവൽ ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒത്തിരി വലുത് വേണ്ട, ഒരു ആവറേജ് സൈസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ഒരു കളറ് ഫില്ല് ചെയ്യുന്നു. ഞാൻ ഇവിടുന്ന് ഒരു കളറ് പിക്ക് ചെയ്തതിന് ശേഷം പെയിൻറ്റ് ബാക്ക് ടൂൾ എടുത്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നു. നമ്മൾ കൊടുത്ത ആ ലെയറിൽ ഒരു കളറ് ഫില്ലായിട്ട് വന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡിൽ കുറച്ച് ലീഫ് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനൊരു ലീഫ് ഗൂഗിളിനകത്തൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഗൂഗിളിനകത്തുനിന്ന് ഇമേജുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്താണ് ഇതിപ്പോൾ ഞാൻ Ctrl+A കൊടുത്ത് Ctrl+X അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ പേജിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുകയാണ് Ctrl+V. അപ്പം നമ്മുടെ ഈ പേജിലേക്ക് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്ത ഇമേജ് വന്നു. അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കുറച്ച് വലുപ്പം കൂടുതലാണ്. എനിക്ക് ഓവലിൻ്റെ സൈഡിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് Ctrl+T ഉപയോഗിച്ച് ട്രാൻസ്ഫോം ചെയ്ത് ചെറുതാക്കി ഇതിൻ്റെ കോർണറിലേക്ക് വയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുകയാണ്. ഒരു കോപ്പി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സെലക്ട് ചെയ്തിരിക്കുക ലെയർ സെലക്ഷൻ ആയിരിക്കണം. ആ ലെയർ തന്നെ നമ്മൾ Ctrl+J കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിയുമ്പം ഒരു കോപ്പി കൂടെ വരും. അത് നമുക്കിവിടെ ലെയറിൽ നോക്കിയാൽ അറിയാം. ലെയർ 2ൻ്റെ ഒരു കോപ്പിയോടെ ലെയർ 2 കോപ്പി എന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് താഴേക്ക് മാറ്റുന്നു. ഇപ്പോൾ ഇത് താഴേക്ക് ഇരിക്കുന്ന ഷേപ്പാണ്. നമുക്കതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോം ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. അതിനായിട്ട് വീണ്ടും Ctrl+T പ്രസ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേറ്റ് 180 ഡിഗ്രി കൊടുക്കുന്നു. 180 ഡിഗ്രി കൊടുക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും. നമ്മളിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ ഒന്നാമത്തെ ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ലെയറിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുകയാണ്. എങ്ങനെയാണ് Ctrl+J കീബോർഡിൽ കൊടുക്കുക. അപ്പം ഇവിടെ ലെയർ 1ൻ്റെ ഒരു കോപ്പി കൂടെ വരും. നമ്മൾ ഏത് ലെയറിൻ്റെ കോപ്പിയാണോ വേണ്ടത് ആ ലെയർ സെലക്ട് ചെയ്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ വൈറ്റ് കളറ് ഫില്ല് ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്ത് വെക്കുക. നമ്മുടെ 2 ലെയർ കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വെച്ചത്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ പിക്ചറാണ് നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പിക്ചർ ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പിക്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ പിക്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് Ctrl+A കൊടുക്കുക. Ctrl+X കൊടുക്കുമ്പോൾ കട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജിൽ കൊണ്ടുപോയി Ctrl+V കൊടുത്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഓവൽ ഷേപ്പിലേക്ക് നമ്മളുടെ ഇമേജിനെ ട്രാൻസ്ഫോം ചെയ്ത് പ്ലേസ് ചെയ്യാനാണ്. അപ്പം ഇത് പിക്ചറിൻ്റെ സൈസ് വലുതായത് കാരണം ഞാൻ Ctrl+T കൊടുത്ത് Ctrl+T അതായത് ട്രാൻസ്ഫോമിൻ്റെ ഷോർട്ട് ഫോമാണ്. Ctrl+T കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതാക്കി നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് കൊടുത്തിരിക്കുന്ന ലെയറുണ്ട് ഒരു വൈറ്റ് കളറിൽ. ആ ലെയറിനെ സെലക്ട് ചെയ്ത് ആ ലെയറിൻ്റെ ഷേപ്പിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ ലെയർ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ലെയർ തമ്പനയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ പോലെ നമുക്ക് കാണിക്കും. അത് Ctrl പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുമ്പം ആ ഷേപ്പ് നമുക്കിവിടെ സെലക്ഷനായിട്ട് വരും.
ഇപ്പം നോക്കുക, നമ്മുടെ ഫോട്ടോ അതിനകത്ത് ഫില്ലല്ല, കുറേ ഭാഗം വൈറ്റ് ഏരിയ കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ സെലക്ഷൻ കളയുക. സെലക്ഷൻ കളയുന്ന കീബോർഡിൽ കൺട്രോൾ D ആണ്. അതിനുശേഷം നമ്മൾ ഈ ലെയർ തന്നെ സെലക്ട് ചെയ്യുക. നമ്മുടെ ഫോട്ടോയുടെ ലെയർ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ട്രാൻസ്ഫോം ചെയ്ത് കുറച്ചുകൂടി വലുതാക്കി പ്ലേസ് ചെയ്യുക ഫോട്ടോ. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ലെയർ 1 കോപ്പി സെലക്ട് ചെയ്യുക. നമ്മളൊന്ന് സെലക്ഷനാക്കി നോക്കുക നമ്മുടെ ഫോട്ടോ ഫ്രെയിമിനകത്ത് വന്നു. അപ്പോൾ ഇതിപ്പോഴും വന്നിട്ടില്ല, കുറച്ചുകൂടി ഈ ഫോട്ടോ വലുതാക്കി വയ്ക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ സെലക്ഷൻ കൊടുത്ത് നോക്കുന്നു. ഇപ്പം നമ്മുടെ ഫ്രെയിമിനകത്ത് സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സെലക്ഷൻ ഫോട്ടോ ഇന്നിലേക്കാണ്. ഈ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ ബാക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെലക്ഷനകത്തെ ഭാഗമേ പോകുള്ളൂ, നമ്മുടെ പുറത്തെ ഭാഗമാണ് പോകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനായിട്ട് സെലക്ട് ഇൻവേഴ്സ് കൊടുക്കണം. ഇൻവേഴ്സ് കൊടുക്കുന്ന എവിടെയാണ്? സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ, സെലക്റ്റിനകത്ത് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സെലക്ഷൻ്റെ പുറത്തേക്ക് മറ്റൊരു സെലക്ഷനും കൂടി വന്നിട്ടുണ്ട്. ഡിലീറ്റ് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫോട്ടോ ആ ഒരു ഫ്രെയിമിലേക്ക് വന്നു. ഇനി ഇതിന് ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഞാൻ കൊടുക്കാൻ പോവാണ്. ഈ ലെയർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ലെയറിനകത്ത് പോയി ലെയർ സ്റ്റൈല് എടുക്കുന്നു. അതിൽ സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടോ, ഞാൻ ഇതിൻ്റെ സൈഡിൽ വഴി ഒരു ചെറിയ ബോർഡർ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കുന്നു. ഇനി ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ ലെയർ 1 സെലക്ട് ചെയ്യുന്നു. അതിൽ ഞാൻ വൈറ്റ് കളർ ഫില്ല് ചെയ്യുന്നു. അതിനും ഒരു ലെയർ സ്ട്രോക്ക് കൊടുക്കുവാണ്. ലെയർ സ്റ്റൈല് സ്ട്രോക്ക്. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടോ, ഇനി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വയ്ക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നല്ല ഇതായിട്ട് ചെയ്ത് വെക്കുക. ഇപ്പം ഞാനിതിലൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്തൊന്ന് സെൻറ്ററിലേക്ക് ആക്കുവാണ്. കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഓരോ ലെയറും സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ ലെയറും കൂടെ സെലക്ഷൻ ആവും. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ചാൽ മതി കറക്റ്റ് സെൻറ്ററിലേക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ ടൈപ്പ് ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. മെറി ക്രിസ്മസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് പിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, നമ്മൾ എഴുതിയ നമ്മുടെ മെറി ക്രിസ്മസ് എന്നും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമ്മൾ അറേഞ്ച് ചെയ്തൊന്ന് വയ്ക്കുക. ഇതിന് താഴെയായിട്ട് ഞാൻ ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്ന ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് സൈസും കുറച്ച് കൊടുത്ത് വെച്ചിട്ട് നമ്മൾ ഫോർ ഗ്രാഫിക് ഡിസൈൻ ഫാമിലിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കളർ ഒന്ന് സെലക്ട് ചെയ്ത് ബ്ലാക്ക് കളറിലേക്ക് കൊടുക്കുകയാണ്. ഗ്രാഫിക് ഡിസൈൻ മലയാളം ഫാമിലി നോക്കണേ. ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയാണെന്നോ അല്ല നിങ്ങളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്കൊരു കാർഡ്, ഒരു ക്രിസ്മസ് കാർഡ് പോലെ, ഗ്രീറ്റിംഗ് കാർഡ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.